ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വരുണിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വരുണും പ്രിയങ്കയും അവരുടെ മുന്നിൽ നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നുണ്ട്. പിന്നെ അവർ ഓടി വരുന്നതിനിടയിൽ അവരെ കാണുന്നത് പോലെ അഭിനയിക്കുന്നു. പാറപ്പുറത്ത് നിന്നാണ് അവരുടെ അഭ്യാസങ്ങൾ. എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ വരുൺ അവരോട് ചോദിക്കുന്നു, ഏയ് എന്താ ഇവർ നിങ്ങളിവിടെ, നിങ്ങൾ എപ്പോഴാ വന്നത് എന്ന് വരുൺ ചോദിക്കുന്നു. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ മുത്തശ്ശി എന്നൊക്കെ പ്രിയങ്കയും പറയുന്നു. എന്നാ ഞങ്ങളെ വിളിക്കാതിരുന്നത് എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, ഒന്നുമില്ല, നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ശൂന്യമായതുപോലെ തോന്നി. അച്ഛനും ചെറിയച്ഛനും ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പോരാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. എന്നാലും ഇതൊരു വല്ലാത്ത ഞെട്ടിക്കലായിപ്പോയി അല്ലേ പ്രിയങ്ക എന്ന് വരുണും. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. കയ്യൊക്കെ പിടിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഞങ്ങൾ കുറേ നേരമായി അവിടെ നിൽക്കാണ്. വരുണിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒട്ടും വൈകാതെ എന്നെയും കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ചിന്തയാണ്. എന്നെ വിടണ്ടമ്മേ, നമുക്ക് നമ്മുടെ കണിമംഗലം തന്നെ മതി അല്ലേ അമ്മേ എന്നൊക്കെ പ്രിയങ്ക. അതേ മോളെ, അതാ നല്ലത്. ഇവൻ ഇനി എത്ര ആഗ്രഹിച്ചാലും നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ വിടുന്ന പ്രശ്നമേ ഇല്ലെന്ന് പത്മിനി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കൽപ്പനയും ഗൗതമിനെയും മുത്തശ്ശി അപ്പുറത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും സംശയമുണ്ടോ, ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇപ്പോൾ നീ സൂര്യയോട് നല്ലവണ്ണം പെരുമാറുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ തണുത്ത് സംസാരിക്കുന്നത്, മനസ്സിലായോ? കുട്ടികളെ അവരവരുടെ വഴിക്ക് വിട്ടേക്ക് എന്ന് മുത്തശ്ശി കൽപ്പനയോട് പറഞ്ഞു. സൂര്യയോട് വരുൺ ചോദിക്കുന്നു, ഏട്ടാ എങ്ങനെയുണ്ട് യാത്രയെന്ന്. നന്നായിട്ടുണ്ട്, നീ അമ്മയോട് ചോദിച്ചു നോക്ക്, നീ അമ്മയുടെ എൻ്റെ സന്തോഷം എത്രയാണെന്ന് എന്നെ സൂര്യ. ഇവിടെ വന്നപ്പോൾ മുതൽ കൽപ്പന ഇവനോട് നന്നായിട്ടാണ് പെരുമാറുന്നത് എന്ന് പത്മിനി പറയുമ്പോൾ സന്തോഷത്തോടെ വരുൺ ചോദിക്കുന്നു, ആഹാ അങ്ങനെയാണോ? എന്നാ പിന്നെ എഴുത്തിയുടെ ഈ മനമാറ്റം നമുക്കൊന്ന് ആഘോഷിച്ചേ പറ്റൂ, ഓക്കെ അല്ലേ എന്നൊക്കെ വരുൺ പറയുന്നു. കൽപ്പനയോട് വരുൺ പറയുന്നു, താങ്ക് യു ഏട്ടത്തി, എൻ്റെ ഈ മുഖത്ത് ചിരിയുള്ള എൻ്റെ ഏട്ടനെ തിരിച്ചു തന്നതിന് താങ്ക്സ് ഏട്ടത്തി എന്നൊക്കെ വരുൺ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം, നമുക്ക് അടിച്ചു പൊളിക്കാം, ഓക്കെ, ഒരു ഡാൻസ് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ വരുൺ. അങ്ങനെ അവർ അടിച്ചു പൊളിക്കാൻ തുടങ്ങുന്നു. സൂര്യ അവിടെ നിർത്തിയ ശേഷം എല്ലാവരും ആ പാറപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഡാൻസ് ചെയ്യുന്നു. മുത്തശ്ശി ഉൾപ്പെടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഗൗതം അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. അത് അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം സൂര്യയുടെ അരികിലേക്ക് ഗൗതം ഏർപ്പെടുത്തിയ 3 ഗുണ്ടകൾ വരുന്നു. അത്രയും പേര് അവിടെ മാറി നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ സൂര്യ അല്പം മാറിയിരുന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഫോണിൽ സംസാരിച്ചിട്ട് ഗൗതമും അവരുടെ ഒപ്പം കൂടി. ഇപ്പോൾ സൂര്യയുടെ അടുത്തേക്ക് അവരെത്തിയിരിക്കുന്നു. വീൽ ചെയറിൽ ഇരിക്കുന്ന സൂര്യ അങ്ങോട്ടേക്ക് തള്ളി വിടുകയാണ് എന്നിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയും ചെയ്തു. വരുൺ വരുൺ എന്ന് പറഞ്ഞ് സൂര്യ നിലവിളിക്കുന്നു. ഇത് വരുണും എല്ലാവരും കാണുന്നു. സൂര്യ ഇപ്പോൾ കൊക്കയുടെ മുകളിൽ താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് എല്ലാവരും സൂര്യയുടെ അടുത്തേക്ക് പോകുന്നു. സൂര്യ കൊക്കയിലേക്ക് മറിയുന്ന ആ നിമിഷം പെട്ടെന്ന് വരുൺ വന്ന് സൂര്യയെ രക്ഷപ്പെടുത്തി. സൂര്യ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് ഓടിയെത്തി. എല്ലാവരും വല്ലാത്ത ടെൻഷൻ ആവുകയായിരുന്നു. എന്നെ പുറകിൽ നിന്ന് തള്ളിയിട്ടതാണ് എന്ന് വരുണിനോട് പറയുകയാണ് സൂര്യ. തള്ളിയെന്നോ? ആര് എന്ന് വരുൺ ചോദിക്കുന്നു. പുറകിൽ നിന്ന് തള്ളാനോ? അതിനവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഗൗതമും പറയുന്നു. ഞങ്ങളെല്ലാവരും ഏട്ടനെ കണ്ടോണ്ടിരുന്നല്ലേ എന്ന് ഗൗതം. ഞാൻ ഇവരുടെ കൂടെ നിൽക്കാറുന്നെങ്കിലും എൻ്റെ നോട്ടം സൂര്യയിലായിരുന്നു എന്ന് കൽപ്പനയും പറയുന്നു. ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ഇനി വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചതാണോ എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാധിക വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുകയാണ്. ജോത്സ്യൻ പറഞ്ഞ ആ മുഹൂർത്തമോർത്ത്. നാളെ രാവിലെയാണ് രാധികയുടെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. തന്ത്രിയും യശോദയും അവിടേക്ക് വരുന്നു. കുറേ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടാണ് തന്ത്രിയും യശോദയും അവിടേക്ക് വന്നിരിക്കുന്നത്. മോള് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും പോയി ഡ്രസ്സ് എടുത്തത് എന്ന് പറഞ്ഞ് തന്ത്രി രാധികയ്ക്കുള്ള ഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്നു. കല്യാണ സാരി കാണിക്കുന്നുണ്ട്. രാധിക വിഷമത്തോടെ അമ്മയെ നോക്കുന്നു. ആ സാരിയിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുകയാണ് രാധിക. ഇതെല്ലാം ഓരോന്നോരോന്നായി എടുത്തു നോക്കണം. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാമെന്ന് പറയുന്നുണ്ട് തന്ത്രി. അങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ആഭരണവും കാണിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞാലും പിന്നെ ഓരോന്ന് മോൾക്ക് ഞാൻ എടുത്തു തരും. പരാതി വല്ലതുമുണ്ടോ എൻ്റെ മോൾക്ക് എന്നൊക്കെ തന്ത്രി ഇങ്ങനെ ചോദിക്കുന്നു. ഇല്ലച്ച, ഒരു പരാതിയുമില്ല, ആരോടും ഇല്ല എന്നൊക്കെ കണ്ണു നിറഞ്ഞ് പറയുകയാണ് രാധിക. പിന്നെ മുഖത്തൊരു സന്തോഷമില്ലാത്തത് എന്താ? പ്രിയങ്കയും കണിമംഗലത്തുകാരും നാളെ എത്തില്ല എന്നുള്ള വിഷമത്തിലാണോ? എന്നാലേ വിഷമിക്കേണ്ട, എൻ്റെ കുട്ടിയുടെ കഴുത്തിൽ താലി കിടുന്ന സമയത്ത് അവരൊക്കെ അവിടെ ഉണ്ടാകും എന്ന് തന്ത്രി പറയുന്നു.
അവരെ ദൈവം എത്തിക്കുമെന്നും പറയുന്നു. ദേ ഇടയ്ക്ക് ഒന്ന് ഇട്ട് നോക്കു കുട്ടിയെന്ന് യശോദ രാധികയോട് പറയുമ്പോൾ രാധിക പറയുന്നു, വേണ്ടമ്മ, എല്ലാം എനിക്കിഷ്ടമായെന്ന്. ജീവിയുടെ കാര്യം ഞാൻ ഓരോരുത്തരോടും വീണ്ടും അച്ഛൻ അന്വേഷിച്ചു. ആരും ജീവിയെക്കുറിച്ച് ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ കാലത്ത് അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എല്ലാവരും ഒന്നുപോലെ പറയുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. എല്ലാം എൻ്റെ കുട്ടിയുടെ ഭാഗ്യമാണ് എന്ന് തന്ത്രി പറഞ്ഞു. അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം എൻ്റെ മോൾക്ക് കിട്ടും. നാളെ കാലത്ത് കല്യാണമാവുന്ന കുട്ടിയാണ്. ഒന്ന് ചിരിച്ചും കളിച്ചും ഇവിടെ നിന്നെങ്കിൽ അച്ഛന് വല്ലാത്ത സന്തോഷമായേനെ എന്നൊക്കെ തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നു, അച്ഛനും അമ്മയും എല്ലാം വല്ലാണ്ട് സ്നേഹിച്ചിട്ടുണ്ട്, എല്ലാ കടമ്പകളും ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ സന്തോഷമില്ലാണ്ടിരിക്കുമോ എന്നൊക്കെ പറയുന്നു. മോൾ ഇതുകൊണ്ട് അകത്ത് വെച്ച് എന്ന് യശോദ പറയുന്നുണ്ട് രാധികയോട്. അങ്ങനെ രാധിക അതെല്ലാം അകത്ത് വയ്ക്കാനായി പോകുന്നു. എന്ത് ചെയ്തിട്ടും അവളുടെ മുഖം ഒന്ന് തെളിയുന്നില്ലല്ലോ യശോദയെന്ന് തന്ത്രി പറയുന്നു. നമ്മളെ വിട്ടു പോകാനുള്ള വിഷമം കൊണ്ടായിരിക്കും. ഒരു പറിച്ചുനടൽ പ്രിയങ്കയ്ക്ക് എളുപ്പമായിരിക്കും, പക്ഷേ ഇവൾക്ക് അങ്ങനെയല്ലല്ലോ എന്ന് യശോദ പറയുമ്പോൾ തന്ത്രി പറയുന്നു, അവളോട് ഞാൻ പറഞ്ഞത് താൻ കേട്ടല്ലോ. എന്തെങ്കിലും ഒരു നല്ല അവസരം വന്നാൽ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിപ്പോൾ ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി. ഒന്ന് നിർത്തോ, എന്തിനാ ഇങ്ങനെ അരുതാത്തത് പറയുന്നത്? ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ ഇത് ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ യശോദ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വരുൺ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് തന്നെയാണ് വരുൺ വന്നിരിക്കുന്നത്. ഒരു പാറപ്പുറത്തിങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ് വരുൺ. രാധികയൊന്നും വിളിച്ചില്ല. ഒരു പക്ഷേ അവളെൻ്റെ കോള് പ്രതീക്ഷിക്കുന്നുണ്ടാകും എന്നൊക്കെ വരുൺ വിചാരിക്കുന്നു. പെട്ടെന്ന് രാധികയെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നു. രാധിക ഫോൺ എടുക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ നിമിഷം വരുണിൻ്റെ അരികിലേക്ക് പ്രിയങ്ക വരുന്നു. രാധിക ഫോൺ എടുക്കാതെ അവിടുന്ന് പോവുകയും ചെയ്തു. വരുണിൻ്റെ അരികിലേക്ക് പ്രിയങ്ക വന്നിട്ട് പറയുന്നു, വരുൺ, അപ്പോൾ എങ്ങനെയാ, നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയല്ലേ? തിരിച്ച് കണിമംഗലത്തേക്ക് വരാൻ എനിക്കൊട്ടും താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അത് എങ്ങനെ വേണമെന്ന് വരുൺ തീരുമാനിച്ചോളൂ. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ പൂർവ്വ കാമുകനെ കണ്ടു എന്നോ അയാളുമായി ഒളിച്ചോടിയെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് നിൽക്കണ്ടേ? എന്നിട്ട് തിരിച്ചു നിന്ന് മനസ്സിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുമായി സുഖമായിട്ട് ജീവിച്ചോ. വരുണിൻ്റെ ട്രാൻസാക്ഷൻ ഫോണിലൂടെയല്ലേ ചെയ്യുന്നത്? എങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇന്ന് ക്ലോസ് ചെയ്യാം. എനിക്കുള്ള പണം ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക് എന്ന് പ്രിയങ്ക. ഒരു കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് കൊണ്ട് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലെന്ന് വരുൺ. പിന്നെ എന്ത് വേണമെന്നാ പറയുന്നത്? ഞാൻ കണിമംഗലത്തേക്ക് വീണ്ടും തിരിച്ചു വരണോ? അവിടെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തലകുനിച്ച് നിൽക്കണോ? എനിക്കതിന് പറ്റത്തില്ല. എപ്പോഴും പറയുമല്ലോ, അഭിനയത്തിൻ്റെ കൂലിയാണ് ചോദിക്കുന്നതെങ്കിൽ കാശ് തരുന്നവൻ പറയുന്ന ജോലി ചെയ്തിട്ടല്ലേ ശമ്പളം തരുന്നത്. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, ഓ, വല്ലാത്ത കണക്ക് പറച്ചിലായിപ്പോയി. രഹസ്യം പറയാൻ മണം പിടിച്ചു വന്ന കുടുംബത്തോട് എല്ലാം തുറന്നു പറയാൻ എനിക്ക് ഇപ്പോൾ തന്നെ പറ്റും. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാമെന്നും പറയുന്നു. ചെന്ന് പറ, ഒരു വിവാഹ പന്തലിൽ വെച്ച് നീയും നിന്റെ കൂട്ടുകാരികളും ചേർന്ന് നടത്തിയ ചതിയുടെ കഥ ഞാനും പറയും അവരോട്. വരുൺ, വെറുതെ തമാശ കളിക്കല്ലേ എന്ന് പ്രിയങ്ക. എങ്കിൽ വേണ്ട, അല്പം ഗൗരവത്തിലാകാം. ദേ എൻ്റെ അച്ഛന് അല്പം ആരോഗ്യ പ്രശ്നമുണ്ട്. കണിമംഗലം കുടുംബത്തിന് അല്പം അഭിമാന പ്രശ്നമുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ വെറും ഒരു മരപ്പാവയാവാൻ നീ ശ്രമിക്കരുത്. ദേ ഒരു 5 പൈസ പോലും തരാതെ നിന്നെ ഇറക്കി വിടാൻ എനിക്ക് സാധിക്കും. അത് നീ മനസ്സിലാക്കിക്കോ. മനസ്സിലായി, തൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. പക്ഷേ തന്നെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും എന്നെ പിരിച്ചുവിടാൻ പോവുമല്ലേ, അപ്പോൾ ഇതിനെ ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പ്രിയങ്ക പറയുന്നു. ഇവരുടെ സംസാരം കൽപ്പന മറഞ്ഞു നിന്ന് കാണുന്നു. അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക ആ താലി ഊരി മാറ്റുന്നു. ആ താലി ഊരി വലിച്ചെറിയുകയാണ് പ്രിയങ്ക. വരുൺ ഒരു പുഞ്ചിരിയോടെ തന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇനി ആരുടെ മുന്നിലും നമ്മൾ ഒന്നല്ല എന്ന് പറയുന്നു, 2 ആണ് എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കൽപ്പന കണ്ടു. എനിക്ക് ഇനി ആരുടെയും ആരോഗ്യവും അഭിമാനവും നോക്കേണ്ട കാര്യമില്ല. പ്രിയങ്കയുടെ ചതിച്ചാൽ തിരിച്ച് എന്ത് ചെയ്യണമെന്നും പ്രിയങ്കയ്ക്ക് അറിയാം എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു. ഗൗതം ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ഗൗതമിൻ്റെ അടുത്തേക്കാണ് കൽപ്പന പോകുന്നത്. വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തി. വരുണും പ്രിയങ്കയും തമ്മിലുള്ള വഴക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇതിലും നല്ലൊരു അവസരം നമുക്കിനി കിട്ടില്ലെന്ന് കൽപ്പന ഗൗതമിനോട് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.